ഇനി അടുത്ത് ഹൽദയാണ്. ഏവർക്കും സ്വാഗതം. എന്തോ പന്തികേടുണ്ടല്ലോ. അവളീ മഞ്ഞൾ തുളസിയുടെ മുഖത്ത് തേക്കട്ടെ, അപ്പ കാണാൻ കഥ. ചേന ചെത്തി വച്ചതുപോലെ തുളസിയുടെ മുഖം ചൊറിഞ്ഞു ചുവന്നിരിക്കും. എന്നേക്കുമായി അവളുടെ മുഖം വികൃതമാവും. പിന്നെ ആദ്യെന്നല്ല, ആണായി പിറന്ന ഒരുത്തിനും അവളുടെ മുഖത്തേക്ക് നോക്കില്ല. എന്നോടാ കളി. നീ എന്തിനാ ഈ മഞ്ഞൾ തട്ടിക്കളഞ്ഞ? അത് അറിയാതെ കൈതെറ്റി പോയതാ, സോറി. അതൊന്നുമല്ല, ഇവൻ മനഃപൂർവ്വം തന്നെയാ മഞ്ഞൾ തട്ടിക്കളഞ്ഞത്. ഇവന് നിന്നെ ഇഷ്ടമല്ല, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതിന്റെ അടയാളമായത്. വെറുതെ എല്ലാവരുടെയും മുന്നിൽ കോമാളിയാവാൻ നിൽക്കാതെ അമ്മയെ അച്ഛനെയും നിന്റെ ബന്ധുക്കളെയും വിളിച്ചു പോവാൻ നോക്ക്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇത്. ആദിത്യന് തുളസിയെ വിവാഹം കഴിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യാൻ. ആദിത്യന്റെ വധു ആരാണെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ വെറുതെ വോട്ട് പാഴാക്കണ്ട.
എന്തായാലും മത്സരം നടക്കട്ടെ. എടാ, ഒരു കാര്യം ചോദിക്കുമ്പോ നിനക്കും തോന്നരുത്. എന്താടാ? ഇന്നലെ ചോദിക്കണമെന്ന് കരുതിയതാ. എടാ, നിങ്ങൾ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എടാ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? കല്യാണത്തിന്റെ ചടങ്ങുകള് അത് കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്താടാ, എന്താ ഇഷ്യൂ? എടാ, ഇങ്ങനെ ഒരു കല്യാണം ഞങ്ങള് ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഞാനും ഇതിനു മുമ്പ് എവിടെയും ഇങ്ങനെ നടക്കുന്ന വിവാഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. എടാ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? എടാ, ആതിരെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും നടത്തിയൊരു നാടകമല്ലേ ഇത്? തുളസിയെ നൈസായിട്ട് ഒഴിവാക്കണം. പക്ഷെ നേരിട്ട് പറഞ്ഞ അവളെ ഒഴിവാക്കാൻ പറ്റത്തൂല്ല. അതിന് പകരം ഈ മത്സരവും ഗാലപ്പോളും ഒക്കെ. ഇതാകുമ്പോ വോട്ടിങ്ങിൽ കൃത്രിമം കാണിച്ച് തുളസിയെ പരാജയപ്പെടുത്താലോ. തുളസിയെ പരാജയപ്പെടുത്തുമ്പോ സ്വാഭാവികമായി നിനക്ക് ആദരെ വിവാഹം കഴിക്കേണ്ടി വരും. എടാ, ഒരിക്കലുമില്ല. ഈ മത്സരം നന്നായെന്നേ ഞാൻ പറയൂ. മത്സരത്തിൽ തുളസി ഈസി ആയിട്ട് ജയിക്കും. അതിലെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അഥവാ തുളസി പരാജയപ്പെട്ടാലോ? എടാ, ആ ചോദ്യത്തിന് അർത്ഥമില്ല. മത്സരത്തിൽ പരാജയപ്പെട്ടാലും ഞാൻ കല്യാണം കഴിക്കുന്ന തുളസി തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല.
എന്താടാ നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലേ? എടാ ഒരു സംശയവും വേണ്ട, ഇവിടെ നടക്കുന്നതേ എന്റെ തുളസിയുടെ കല്യാണം തന്നെ ആയിരിക്കും. എടാ നിങ്ങൾ വാ വരാടാ. വരാടാ, നടക്ക് നടക്കടാ. ശരി, ചേട്ടൻ ഇവിടെ വന്നിരിക്കേ. അവിടെ എല്ലാവരും ചേട്ടനെ അന്വേഷിക്കുക. അല്ല, ചേട്ടൻ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇതെന്താ ഇപ്പൊ ഇരുന്ന് കുടിക്കുന്നേ? എന്താ ഇപ്പൊ കുടിക്കാൻ പാടില്ലേ? അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എന്തോ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നടക്കുന്നത്. നമ്മുടെ മകനെ നമുക്ക് മരുമകനായെങ്കിലും ലഭിക്കുമെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ മോനെ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അതാലോചിച്ചപ്പോ ടെൻഷൻ സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ കുറച്ച് കഴിച്ചത്. നമ്മുടെ മോനെ നമുക്ക് ലഭിക്കില്ലെന്നോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നറുക്കെടുപ്പും വോട്ടിങ്ങും അല്ലേ ഇവിടെ നടക്കുന്നത്. ദുർഗേച്ചിയും മംഗളപ്പച്ചും ചേർന്ന് നമുക്കെതിരെ കളിക്കും. ആ കളിയില് നമ്മൾ തോറ്റാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ദുർഗേച്ചിക്ക് നൽകിയ നമ്മുടെ മകൻ ആദിത്യൻ എന്നേക്കുമായി നമുക്ക് നഷ്ടമാവും. നമുക്ക് കാര്യങ്ങളൊക്കെ ദുർഗേച്ചിയോടും തുളസിയോടും തുറന്നു പറഞ്ഞാല് പറഞ്ഞാല് ശരിയാവും. എങ്കിൽ മാത്രമേ ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കൂ. ചേട്ടൻ എന്താ ഈ പറയുന്നേ? മദ്യപിച്ചുള്ള ബോധം മുഴുവൻ നശിച്ചോ? ഈ കല്യാണ മണ്ഡപത്തിൽ ഇപ്പോഴിത് വിളിച്ചു പറഞ്ഞ ഇവിടെ ഒരു കല്യാണവും നടക്കില്ല. എല്ലാം അലങ്കോലാവും. അതുകൊണ്ട് കല്യാണം കഴിയുന്നത് വരെ ചേട്ടൻ ഇതേപ്പറ്റി ഒന്നും പറയരുത്. ദയവ് ചെയ്ത് അതൊന്നും പറയരുത്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വന്നേ. നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. വന്നേ. ഞാൻ വരാം. നീ ചെന്നേ. വാ ചേട്ടാ. ചേട്ടാ വാ. നീ ചെല്ല്. ഞാനങ്ങ് വരാം. ചേട്ടാ, ഞാൻ വീണ്ടും പറയാ, തുളസിമോളോടും ദുർഗേച്ചിയോടും ഒന്നും പറയരുത്. എനിക്ക് വിശ്വസിക്കാലോ. പെട്ടെന്ന് വരണേ.
ഈവനിങ്. ആദിത്യന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായി മാറിയ എല്ലാ പ്രിയപ്പെട്ട ബന്ധുക്കളോടും മിത്രങ്ങളോടും നന്ദി അറിയിക്കുന്നു. ആദിത്യന്റെ വിവാഹം നിർണായക മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഇവിടെ അരങ്ങേറുന്ന സംഗീത പെർഫോമൻസിൽ ബന്ധുക്കളും അതിഥികളും നൽകുന്ന വോട്ടിംഗ് ആയിരിക്കും ആദിത്യന്റെ വധു ആരാണെന്ന് തീരുമാനിക്കുന്നത്. വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, കീപ് വോട്ടിംഗ്.